ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ അഴിച്ചുപണിക്കൊരുങ്ങിയ കേന്ദ്ര നേതൃത്വം. സംസ്ഥാനത്ത് നേതൃമാറ്റമെന്നാണ് സൂചന. രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാൻ നീക്കം. ശോഭാ സുരേന്ദ്രനെയും വി മുരളീധരനെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ ഫണ്ട് വിവാദം ബി.ജെ.പിയിൽ പൊട്ടിത്തെറികൾക്ക് കാരണമായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് തെക്കേക്കാടിച്ചിരുന്നു. കമലേഷ്, വലിയ അഴിച്ചുപണി. രാജീവ് ചന്ദ്രശേഖരനെ മാറ്റി സംസ്ഥാന കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം. മുതിർന്ന നേതാക്കളെ കേന്ദ്ര നേതൃത്വം ഇതാ ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ? ജിംഷാദ്, പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് വി മുരളീധരനെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെയും ഡൽഹിയിലേക്ക് കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് ഒരു നേതൃമാറ്റത്തിനുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കോർപ്പറേറ്റ് മുതലാളിയെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൊണ്ടുവന്നത് ഒരിക്കലും ഒരു ശരിയായ തീരുമാനമല്ല എന്ന് സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ചില സാഹചര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ബി.ജെ.പിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് വ്യാപകമായി വിവിധ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് വി മുരളീധരൻ. പാർട്ടിക്കകത്ത് അതിശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും കേന്ദ്ര നേതൃത്വവുമായി ഈ വിഷയം സംസാരിക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു വി മുരളീധരൻ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ ഉൾപ്പെടെ നമ്മൾ ചോദിച്ച ഒരു ചോദ്യം, ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് തനിക്ക് പറയാനുള്ളതെല്ലാം പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാൻ കഴിയില്ല, പാർട്ടിക്കകത്ത് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം പോവുകയാണോ എന്നുള്ളതാണ് ന്യായമായും ഉയരുന്ന ഒരു സംശയം. നിലവിൽ ഇപ്പോൾ ഈ അടുത്ത ഒരു പാർലമെന്റ് ഇലക്ഷൻ ഉൾപ്പെടെ വരാനിരിക്കുന്നത് ഇനിയിപ്പോൾ മൂന്ന് വർഷത്തെ ഒരു ഇടവേളയാണുള്ളത്. ആ ഇടവേളയ്ക്കുള്ളിൽ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയായി കൊണ്ടുവന്ന് ആ നിലയിൽ ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ബി.ജെ.പിക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന ഒരു വിലയിരുത്തൽ കൂടി സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട്. അതിൻ്റെ ഭാഗമായി വി മുരളീധരൻ പക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയാക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്ന് എന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനം പോകുന്നു. രാജീവ് ചന്ദ്രശേഖർ കരമന ജയൻ്റെ കാര്യത്തിലായാലും ഫണ്ട് തിരിമറിയുടെ കാര്യത്തിലായാലും മാധ്യമങ്ങളോടുള്ള ധാർഷ്ട്യത്തോടുകൂടിയുള്ള പെരുമാറ്റമായാലും അങ്ങനെ ബി.ജെ.പി. എല്ലാ തരത്തിലും ഇകഴ്ത്തുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ മറ്റൊരു വശം, ഈ രാജീവ് ചന്ദ്രശേഖരനെ ബലിയാടാക്കിക്കൊണ്ട് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഈ ഇത്തരത്തിൽ വലിയ പണമിടപാടുകളും ഫണ്ട് വിവാദങ്ങളും, ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ് ഇത്ര കോടിയിലധികം രൂപ? ABVP നേതാവ് പോലും കോടിക്കണക്കിന് രൂപയുമായി സെൽഫി എടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും പണം എവിടെ നിന്നാണ്? ഇത് അടക്കമുള്ള കേന്ദ്ര നേതൃത്വം പ്രതിരോധത്തിലാകുന്നതിൽ നിന്ന് അതിജീവിക്കാൻ കൂടി ഈ രാജീവ് ചന്ദ്രശേഖരനെ ബലിയാടാക്കിക്കൊണ്ടുള്ളൊരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് വശങ്ങൾ ഇപ്പോഴത്തെ ഈ അഴിച്ചുപണിക്ക് പിന്നിലുണ്ട്, അല്ലെങ്കിൽ അഴിച്ചുപണി നീക്കത്തിന് പിന്നിലുണ്ട്, അല്ലേ കമലേഷ് തെക്കേക്കാട്? ജിംഷാദ്, തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരണം നടത്താൻ അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ സംസ്ഥാന പ്രസിഡന്റോ മറ്റ് നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയം മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതില്ല, മാധ്യമങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനമാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. അത് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഇത് പ്രതികരിക്കുകയോ ചെയ്താൽ അത് ഉള്ളതെന്ന് ആളുകൾ കരുതും എന്നാണ് സംസ്ഥാന നേതൃത്വം വിചാരിക്കുന്നത്. ആ നിലയിലാണ് അവരുടെ പ്രതികരണം വരുന്നത്. ഏതായാലും ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു നടപടി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ തെറ്റ് സംഭവിച്ചതായി സംസ്ഥാന നേതൃത്വം തന്നെ അത് അഡ്മിറ്റ് ചെയ്യുന്നു എന്ന നിലയിൽ ആളുകൾ കാണും എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ഒരു തരത്തിലുമുള്ള വിശദീകരണമോ നടപടിയോ ഇതുവരെയും പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടില്ല. എന്നാൽ പാർട്ടിക്കകത്ത് അതിരൂക്ഷമായ ചർച്ചകളും വിമർശനങ്ങളും വിശകലനങ്ങളും ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. രണ്ട് വിഭാഗമായി തന്നെ ഒരു ചേരിപ്പോര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നിലവിലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിലവിലിപ്പോൾ എത്രയും പെട്ടെന്ന് ഡൽഹിയിലെത്താനാണ് വി മുരളീധരനോടും ശോഭാ സുരേന്ദ്രനോടും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് അവർ ഡൽഹിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്ര നേതൃത്വത്തിലേക്ക്, ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആലോചന കൂടിയാണ് തീർച്ചയായും വളരെ വലിയ അഴിച്ചുപണിയിലേക്ക് നീങ്ങുകയാണ്
BJP സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ മാറ്റിയേക്കും. ഇതാണ് ഏറ്റവും പുതിയ വാർത്ത.